ഹായ് ഫ്രണ്ട്സ്, +1 മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ആദ്യത്തെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എക്സസൈസ് 3.3 ആണ്. അതിലെ ലാസ്റ്റ് വീഡിയോ ആണത്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന +1 മൂന്നാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 21ാമത്തെ ചോദ്യം മുതലാണ് ഇന്ന് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എവിടെ വരെ പഠിച്ചുകൊണ്ടിരുന്നത്? 20ാമത്തെ ചോദ്യം വരെ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് 21ാമത്തെ ചോദ്യം മുതലാണ്. 21ാമത്തെ ചോദ്യവും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x is equal to cot 3x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത്രയും വലിയൊരു നമ്പറിനെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഇത്രയും ചെറിയൊരു ഫംഗ്ഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. പക്ഷെ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വളരെ കുറച്ച് സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ ഓർത്തെടുക്കുക. എന്തായിരുന്നു അത്? ഒന്നിലധികം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ 2 എണ്ണം ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ 3 എണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പോൾ 3 എണ്ണം ആണെങ്കിൽ നമ്മളൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഈ ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടുമോ ഇല്ലയോ നോക്കണം. അതായത് ഏതെങ്കിലും 2 ആംഗിൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടുന്നുണ്ടോ നോക്കണം. അറ്റ്ലീസ്റ്റ് കുറച്ചിട്ട് കിട്ടിയാലും മതി. അപ്പൊ നമുക്ക് നോക്കാം. 4x plus 3x divided by 2. അപ്പോൾ 4 3 7/2 3.5 കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയേ, 4ഉം 2ഉം എത്രയാണ്? 6 ആണ്. 4x plus 2x എന്ന് പറയുന്ന 6x ആണ്. ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 3x കിട്ടും. അപ്പോൾ ഏതെങ്കിലും 2 ആംഗിൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടുമെങ്കിൽ അത് ഒരുമിച്ച് എടുത്ത് എഴുതുക, ബാക്കി അപ്പുറത്തേക്ക് എഴുതുക. ഈ രീതി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ എങ്ങനെ എഴുതി തുടങ്ങുന്നത്? LHS എന്ന് എഴുതും. LHS എന്ന് എഴുതിയിട്ട് ഇത് ഒന്നുകൂടി എടുത്ത് എഴുതണം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇത് ഒന്നുകൂടി എടുത്ത് എഴുതിയതിനു ശേഷമേ എഴുതാവൂ. ഓക്കെ, നമ്മൾ LHS എങ്ങനെ എഴുതും? LHS എടുത്തിട്ട് ഈ 2 നമ്പേഴ്സ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ cos 4x പ്ലസ് cos 2x അത് ഒരുമിച്ച് എഴുതി മൂന്നാമത്തെ നമ്പർ ഏതാണോ അത് ഇപ്പുറത്തേക്ക് എഴുതുക. അപ്പോഴും കറക്റ്റ് അല്ലേ? 3 നമ്പേഴ്സ് കൂട്ടാനാണെങ്കിൽ നമുക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ലല്ലോ. 1 + 2 + 3 എന്ന് പറയുന്നതും 3 + 2 + 1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയാലും അത് സെയിം അല്ലേ? അപ്പോൾ cos 4x plus cos 2x plus cos 3x ഡിവൈഡഡ് ബൈ ബാക്കി എന്താണുള്ളത്? ഡിവൈഡഡ് ബൈ sin 4x plus sin 3x plus sin 2x അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം 4x എഴുതി അടുത്തത് 2x എഴുതാം. കാരണം കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് ഒരുമിച്ച് എഴുതണമല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? sin 4x plus sin 2x plus sin 3x. അപ്പൊ ഇതിന് ശേഷം cot x എന്ന് എഴുതി കളയരുത്, cot 3x എഴുതി കളയരുത്. അത് നമുക്ക് എത്തിക്കാനുള്ളതാണ് അല്ലേ? അപ്പോൾ LHS = RHS നമുക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ അഡിഷൻ ഫോർമുല ഉപയോഗിക്കും. cos 4x plus cos 2x എന്താണ് നമുക്കറിയാം അല്ലേ? cos x plus cos y എന്ന് പറയുന്നത് 2 cos of x plus y by 2 cos of x minus y by 2 ആണ്. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? 2 cos of x plus y by 2. അപ്പോൾ 4x plus 2x 4x plus 2x എത്രയാണ്? 6x ആണ്. 6x by 2 അപ്പോൾ എത്ര കിട്ടും? 3x എന്ന് കിട്ടും അല്ലേ? cos of 3x. ഇനി എന്താ ചെയ്യുക? 2 cos of x plus y by 2 cos of x minus y by 2. അപ്പൊ എങ്ങനെയാ വരിക? x എന്ന് പറയുന്നത് 4x ഉം y എന്ന് പറയുന്നത് 2x ഉം ആണ്. അപ്പോൾ 4x minus 2x 2x ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് x കിട്ടും. അപ്പോൾ 2 cos 3x cos x ഡിവൈഡഡ് ബൈ sin 4x plus sin 2x. സോ ഇവിടെ sin cos 3x കൂടി ഉണ്ട് കേട്ടോ, പ്ലസ് cos 3x അല്ലെ? അപ്പോൾ നമ്മൾ cos 4x plus cos 2x എക്സ്പാൻഡ് ചെയ്തു, ഇത്ര എത്തി. ഇനി പ്ലസ് cos 3x അതേപോലെ എഴുതി. ഇനി എന്താ വരിക? sin 4x plus sin 2x എന്താ ഇക്വേഷൻ? 2 sin of x plus y by 2. 4x plus 2x 6x ആണ്. 6x by 2 ചെയ്യുമ്പോൾ 3x എന്ന് കിട്ടും. അപ്പോൾ 2 sin 3x into 2 sin of x plus y by 2 cos of x minus y by 2 എന്നല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? cos of x minus y by 2. അപ്പോൾ 4x minus 2x 2x ആണ്. by 2 ചെയ്യുമ്പോൾ നമുക്ക് x എന്ന് കിട്ടും. പ്ലസ് sin 3x അതേപോലെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ മുകളിലും താഴെ cos x ഒക്കെ ഉണ്ട്, അപ്പോൾ 2 ഒക്കെ ഉണ്ട്. അത് ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. കാരണം എന്താ? ഇവിടെ ഒരു പ്ലസ് കിടപ്പുണ്ട്. അപ്പോൾ പ്ലസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും ചെയ്ത് കളയരുത്. അപ്പോൾ 2 into 1 വെട്ടി കളയരുത്.
അപ്പോൾ നമുക്ക് പ്ലസ് മാറ്റണം. എന്താ ചെയ്യുക അതിന്? നമുക്ക് ഇതിനെ കോമൺ എടുക്കാം അല്ലേ? മുമ്പത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. cos 3x ഇവിടെ കോമൺ എടുക്കാം, രണ്ടിടത്തും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ cos 3x കോമൺ എടുക്കുമ്പോൾ cos 3x ഇൻറ്റു ഇവിടെ cos 3x പോയാൽ എന്താ വരിക? cos 3x എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 2 cos x എന്ന് വരും അല്ലെ? 2 cos x പ്ലസ് ഇവിടെ cos 3x എടുത്ത് മാറ്റി എന്താ സംഭവിക്കുക? cos 3x എടുത്താൽ അവിടെ ഒന്നും ഇല്ലാതാകും. പക്ഷെ ഒന്നും ഇല്ലാത്തതിന് നമ്മൾ കോമൺ എടുക്കുന്ന സമയത്ത് 1 എന്നാണ് എഴുതുന്നത്. അപ്പോൾ 2 cos x പ്ലസ് 1 വേണമെങ്കിൽ തിരിച്ച് ഗുണിച്ച് നോക്കിയാൽ ഇത് തന്നെ കിട്ടും. cos 3x into 2 cos x ചെയ്യുമ്പോൾ ഇത് കിട്ടും. cos 3x into 1 ചെയ്യുമ്പോൾ ഇത് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ താഴെയും അതേപോലെ തന്നെ sin 3x നമുക്ക് കോമൺ എടുക്കാം അല്ലെ? അപ്പോൾ sin 3x കോമൺ എടുക്കുമ്പോൾ sin 3x into ഇവിടെ ബാക്കി എന്താണ്? 2 cos x ആണ്. അപ്പുറത്ത് എന്താണ്? sin 3x പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1 എന്ന് എഴുതും അല്ലെ? ഇനി നമുക്കറിയാം cos 3x into 2 cos x plus 1 ഉം sin 3x into 2 cos x plus 1 ആണ്. അപ്പോൾ രണ്ടിടത്തും മുകളിലും താഴെയും ഇൻറ്റു ചെയ്തേക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഇവിടെ ആണെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ബ്രാക്കറ്റിന് അകത്താണ്, അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. 2 cos x plus 1 2 cos x plus 1 ക്യാൻസൽ ആകുന്നു. ബാക്കി എന്താണ്? cos 3x by sin 3x. cos x by sin x എന്താണ്? cos x by sin x എന്ന് പറയുന്നത് cot x ആണ്. sin x by cos x അത് tan x ആണ്. അപ്പോൾ tan x ന്റെ റെസിപ്രോക്കൽ cos x by sin x cot x ആണ്. അപ്പോൾ cos 3x by sin 3x എന്ന് പറയുമ്പോൾ നമുക്ക് cot 3x എന്ന് കിട്ടും. ഓക്കെ, cot 3x. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്, അപ്പോൾ നമ്മൾ LHS എടുത്തു, അതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അത് ചെയ്ത് അവസാനം നമുക്ക് cos 3x by sin 3x എന്ന് കിട്ടി. അത് cot 3x ആണെന്ന് നമുക്കറിയാം. വളരെ സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് അത്രയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വളരെ ഒരു രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എക്സാമിന് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കോട്ടിന്റെ അല്ല, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ടാനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സാമ്പിൾ 14 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്ത് നിങ്ങൾ നോക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതേ മോഡലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷെ ടാൻ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള ആളായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം അതൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കോട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഇതെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ടാനിൻ്റെത് മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്. cot x cot 2x മൈനസ് cot 2x cot 3x മൈനസ് cot 3x cot x is equal to 1. അപ്പോൾ പറയാൻ തന്നെ കുറച്ച് പാടുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ LHS നേരെ എടുത്തങ്ങ് ചെയ്യാനാണ്, പക്ഷെ ഇത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അത് നോക്കിക്കൊള്ളാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് cot of x plus y യുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ tan of x plus y പഠിച്ചിട്ടുണ്ട് അല്ലെ? tan of x plus y യുടെ നേരെ ഓപ്പോസിറ്റ് പോലെ തന്നെയാണ് cot of x plus y. അപ്പോൾ ഇക്വേഷൻ നോക്കുക. cot x cot y minus 1 cot x cot y minus 1 divided by cot x plus cot y. അപ്പോൾ ഇതാണ് cot of x plus y യുടെ ഇക്വേഷൻ. അപ്പോൾ tan of x plus y എന്തായിരുന്നു? tan x plus tan y divided by 1 minus tan x tan y ആണ്. അതേപോലെ ഇക്വേഷൻ അല്ലേ ഇത്? നേരെ തിരിച്ച് cot x cot y minus 1 divided by cot x plus cot y. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് cot x cot 2x cot 2x cot 3x ഈ ഒരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ എക്സും ഈ 2x നമുക്കറിയാം. നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒറ്റ ഇക്വേഷൻ ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി cot of x minus y ഉണ്ട് കേട്ടോ. x minus y ആണ് വരുന്നതെങ്കിൽ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. അപ്പോൾ ഈ കാര്യം നോക്കിക്കോ. ഇവിടെ നമ്മൾ തുടക്കത്തിൽ cot 3x എന്ന് എടുത്തു. cot 3x നമുക്ക് എങ്ങനെ എഴുതാം? cot 3x നമുക്ക് cot of x plus 2x എന്ന് എഴുതിക്കൂടെ? എന്തിനാ ഇങ്ങനെ എഴുതിയത്? നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് cot 3x മാറ്റി cot of x plus 2x എന്ന് എഴുതി. ഇനി നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ രൂപത്തിൽ ചെയ്യുക. cot of x plus y ആണെങ്കിൽ cot x cot y ആയിരുന്നു. അപ്പോൾ ഇവിടെ cot x cot 2x minus 1 divided by cot x plus cot y അല്ലേ അവിടെ? ഇപ്പൊ ഇവിടെ എന്ത് വരും? cot x plus cot 2x എന്ന് വരും അല്ലെ? അപ്പോൾ cot 3x is equal to ആണ് നമ്മൾ ചെയ്തത്. cot 3x നമ്മൾ ഇങ്ങനെ ആക്കി എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ബൈ 1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് ചെയ്യും. ഇപ്പോൾ cot 3x ഈ ഒരു ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ?
അപ്പോൾ കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ ഈ ഒരു നമ്പർ തന്നെ ഇവിടെ എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടുമല്ലോ. അപ്പൊ കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് 1. അപ്പൊ എന്താ പറഞ്ഞാൽ കോട്ട് 3x നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമ്മൾ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്തി നോക്കിക്കൊള്ളാം. അപ്പോൾ കോട്ട് 3x കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കോട്ട് 3x ഇൻറ്റു കോട്ട് 2x ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എത്തിക്കണം. ഇനി നമ്മൾ മുകളിലേക്ക് നോക്കുക. അവിടെ 1 കിടക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ആണല്ലേ. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണ്. പക്ഷെ ഇവിടെ -1 ആണ്. അപ്പൊ ഈ -1 നമുക്ക് നേരെ ഇപ്പുറത്ത് പിടിച്ച് എഴുതാം. -1 ഈക്വലിന് ഇപ്പുറത്തുനിന്ന് എന്താ വരിക? +1 ആണ് വരിക അല്ലെ. അപ്പൊ -1 ഇപ്പുറത്ത് നമ്മൾ 1 എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു ബാക്കി എല്ലാവരും നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ആരാ കിടക്കുന്നത്? കോട്ട് എക്സ് കോട്ട് 2x ആണ്. അപ്പൊ കോട്ട് എക്സ് കോട്ട് 2x. ഇനി ആരൊക്കെ അപ്പുറത്ത് പോകുന്ന നോക്കാം. കോട്ട് എക്സ് കോട്ട് 2x അവിടെ തന്നെ ഉണ്ട്. ഇനി കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഓരോരുത്തരെയും നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പൊ കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് കോട്ട് 3x കോട്ട് എക്സ്. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ആരുണ്ട്? കോട്ട് 3x ഇൻറ്റു കോട്ട് 2x ഉണ്ട്. അപ്പൊ അയാളെയും കൂടെ നമുക്ക് പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് എന്താ വരിക? മൈനസ് കോട്ട് 3x കോട്ട് 2x എന്ന് വരും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നേരെ നോക്കുക. കോട്ട് എക്സ് കോട്ട് 2x ഇവിടെ ഇല്ലേ? കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് 2x. നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ മാറ്റി എഴുതാം. ഓക്കെ. മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് 2x ഉണ്ട്. ഇനി ഇവിടെ എന്താ വന്നേക്കുന്നത്? കോട്ട് 3x മൈനസ് കോട്ട് 3x കോട്ട് 2x കോട്ട് എക്സ്. ഇവിടെ മൈനസ് കോട്ട് 3x കോട്ട് എക്സ്. അതായത് ഈ സംഭവം അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇത് ഒന്നുകൂടി അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു രീതി തന്നെ കിട്ടും. കോട്ട് എക്സ് കോട്ട് 2x അതേപോലെ എഴുതി. കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 3x കോട്ട് എക്സ്. നമുക്ക് ഇത് പിന്നെ എഴുതാം. ആദ്യം ഇത് എഴുതാം. ക്വസ്റ്റ്യനിലെ ഫോർമാറ്റ് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത്ര എഴുതിയാലും മതി കേട്ടോ. കോട്ട് 2x കോട്ട് 3x മൈനസ് കോട്ട് 3x കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്തത്. കോട്ട് 3x-നെയാണ് നമ്മൾ ആദ്യം എടുത്തത്. അതിന് നമ്മൾ കോട്ട് ഓഫ് എക്സ് പ്ലസ് 2x എന്ന് എഴുതി. അതിനെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഉത്തരം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത് ഇവിടെ -1 ആയിരുന്നു. ആ ഒരു സാധനം നമ്മൾ മാത്രം അങ്ങോട്ട് നോക്കിയപ്പോൾ അത് +1 ആയിരുന്നു. അപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കി എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan 4x ഈസ് ഈക്വൽ ടു 4 tan x into 1 minus tan square x divided by 1 minus 6 tan square x plus tan raised to 4x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇനി വരുന്ന 3 ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികമായിട്ട് നമ്മുടെ എക്സാമിന് കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് ആ ഒരു എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പോകാം. കാരണം ഇതൊന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അപ്പൊ തന്നെ നമുക്ക് നോക്കാം. tan 4x-ന്റെ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇനി വരുന്ന 3 ക്വസ്റ്റ്യനും കൂടി ആയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഇനി വരുന്ന 3 ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് 2 കാര്യം അറിഞ്ഞാൽ മതി. ഒന്ന്, എങ്ങനെ തുടങ്ങണം. അപ്പോൾ തുടങ്ങുന്നതിന് പ്രാധാന്യമുണ്ട്. നമുക്ക് ചുമ്മാ LHS എടുത്തൊക്കെ ചെയ്താൽ പോരാ. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻസിൽ എങ്ങനെ തുടങ്ങണം. 2, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ അറിയാതിരിക്കണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാതിരിക്കണം. ഈ 2 കാര്യങ്ങളും അറിയാമെങ്കിൽ 3 ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ അത് നോക്കിക്കോണം. tan 4x ആണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ tan 4x ഈസ് ഈക്വൽ ടു tan ഓഫ് 2x plus 2x എന്ന് ചെയ്യണം. കാരണം എന്താണ്? tan 4x-ന്റെ ഇക്വേഷൻ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം, tan of x plus 3x എന്ന് എഴുതാൻ പറ്റും. പക്ഷെ tan of x plus 3x എന്ന് എഴുതി കഴിഞ്ഞാൽ tan 3x എന്നൊരു ടേം അതിനകത്ത് വരും. tan 3x എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്കറിയാവുന്ന എന്താണ്? tan 2x ആണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ tan of 2x plus 2x എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം. tan of 2x plus 2x നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? നമുക്കറിയാലേ tan of x plus y നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. tan of x plus y എന്ന് പറയുന്നത് tan x plus tan y. tan x plus tan y. അപ്പൊ ഇവിടെ tan 2x plus tan 2x ഡിവൈഡഡ് ബൈ 1 minus tan x tan y എന്നല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? 1 minus tan 2x into tan 2x. അപ്പൊ ഇക്വേഷൻ എല്ലാം പഠിക്കണം കേട്ടോ.
ഈസ് ഈക്വൽ ടു ഇനി എന്താ ചെയ്യുക tan 2x plus tan 2x tan 2x plus tan 2x എന്ന് പറയുന്നത് 2 tan 2x അല്ലേ അപ്പോൾ tan 2x plus tan 2x എന്ന് പറയുന്നത് 2 tan 2x ആണ് ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 2x into tan 2x എന്താണ് tan സ്ക്വയർ x ആണല്ലേ അപ്പോൾ 1 മൈനസ് tan സ്ക്വയർ x അപ്പോൾ 2 tan 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 2x സോറി tan സ്ക്വയർ 2x എന്ന് കിട്ടി അല്ലേ അപ്പോൾ tan 2x into tan 2x എന്ന് പറയുന്നത് tan സ്ക്വയർ 2x ആണ് tan 2x the whole square അതാണ് tan സ്ക്വയർ 2x എന്ന് പറയുന്നത് ഇനി 2 tan 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 2x ഇനി നമ്മൾ നോക്കുക എല്ലായിടത്തും ടാനിന്റെ കൂടെ വെറും x ആ കിടക്കുന്നത് 2x ഇല്ല അല്ലേ 2x ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും tan 2x നെ നമ്മൾ x ന്റെ ഫോർമാറ്റിലാക്കും അതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്വേഷൻ എല്ലാം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ tan 2x ന്റെ ഇക്വേഷൻ എന്തായിരുന്നു tan 2x is equal to 2 tan x divided by 1 minus tan square x എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് tan 2x നമ്മൾ ഒറ്റ ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ tan 2x is equal to 2 tan x divided by 1 minus tan square x അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഇതിൽ ഓരോന്നിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാം ഓരോ tan 2x നെ ഇപ്പൊ നോക്കിക്കോളണം 2 into ഇവിടെ ഒരു tan 2x ഇല്ലേ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും 2 tan x divided by 1 minus tan square x the whole divided by ഇതേതാണ് ഈ ഡിവൈഡഡ് ബൈ ആണ് അപ്പോൾ 2 tan 2x ആണ് 2 into 2 tan x divided by 1 minus tan square x എന്നുള്ളത് ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം അപ്പോൾ 1 മൈനസ് ആ 1 മൈനസ് അതേപോലെ എഴുതി tan സ്ക്വയർ 2x ഉണ്ടല്ലേ അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്താ ചെയ്യുക tan 2x the whole square ആണ് tan സ്ക്വയർ 2x അപ്പോൾ tan 2x നമുക്ക് മാറ്റി എഴുതാം tan 2x എന്ന് പറയുന്നത് 2 tan x divided by 1 minus tan square x ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ 2 into 2 tan x by 1 minus tan square x ഓക്കെ ആയി 1 minus tan 2x ആണ് നമ്മൾ ഇവിടെ എഴുതിയത് ഇനി അതിന്റെ സ്ക്വയർ എടുക്കണ്ടേ അപ്പോൾ the whole square അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ ചെറുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ നോക്കിക്കോളണം 2 into 2 tan x divided by 1 minus tan square x divided by 1 minus അപ്പോൾ ഈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a by b the whole square എന്ന് പറയുന്നത് a square by b square ആണ് ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 2 tan x ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ന്റെ സ്ക്വയർ അല്ലേ 1 മൈനസ് tan x ന്റെ സ്ക്വയർ അപ്പോൾ നമ്മൾ ഇത്രയും എഴുതി ഇനി നമ്മൾ എങ്ങനെയാ മാറ്റുന്നത് വെച്ചാൽ ബാക്കി ഇവിടെ എഴുതുകയാണ് ഈസ് ഈക്വൽ ടു 2 into 2 tan x വേണമെങ്കിൽ നമുക്ക് ഈ ഡിവൈഡ് ബൈ മൊത്തത്തിൽ കൊടുക്കാം ബൈ 1 മൈനസ് tan സ്ക്വയർ x 1 മൈനസ് tan സ്ക്വയർ x ഹോൾ ഡിവൈഡ് ബൈ ഇനി എന്താ വരിക നോക്കിക്കോളണം ഹോൾ ഡിവൈഡ് ബൈ എഴുതിയിട്ട് ഇവിടെ കണ്ടില്ലേ 1 മൈനസ് 2 tan x the whole square by 1 മൈനസ് tan x the whole square ആണ് അപ്പോൾ നമുക്കിവിടെ സോറി കേട്ടോ 1 മൈനസ് tan സ്ക്വയർ x the whole square ആണ് 1 മൈനസ് tan സ്ക്വയർ x the whole square അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കാരണം ഇതൊരു രണ്ട് നമ്പർ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒറ്റ ഫ്രാക്ഷൻ ആക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്ററിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് ഒറ്റ ഫ്രാക്ഷൻ ആക്കാമല്ലോ അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് tan സ്ക്വയർ x the whole square x എന്നല്ലേ വരിക 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1 മൈനസ് tan സ്ക്വയർ x the whole square minus 2 tan x the whole square divided by 1 minus tan square x the whole square അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്തത് വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഈ ഒരു കാര്യം അറിയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ 1 പ്ലസ് അല്ലെങ്കിൽ വേണ്ട 1 മൈനസ് a ബൈ ബി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും b into 1b മൈനസ് a the whole divided by b ഈ ഒരു സംഭവം നമുക്ക് അറിയാമല്ലോ ഇതിനെയാണ് നമ്മൾ ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ ഒന്നുമില്ല ഡിനോമിനേറ്റർ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു സിമ്പിൾ അതേപോലെ ഇട്ടു ഡിനോമിനേറ്റർ രണ്ടുപേർ കൂടി ആയിട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ 1 മൈനസ് tan സ്ക്വയർ x the whole square മൈനസ് 2 tan x the whole square by 1 മൈനസ് tan സ്ക്വയർ x the whole square ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 1 മൈനസ് tan സ്ക്വയർ x ഉണ്ട് ഇവിടെ ഒരു 1 മൈനസ് tan സ്ക്വയർ x the whole square ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ എന്താ വരിക 2 into 2 tan x by 1 മൈനസ് tan സ്ക്വയർ x ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ വരും അതായത് താഴത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ വരും 1 മൈനസ് tan സ്ക്വയർ x the whole square ഡിവൈഡഡ് ബൈ ഈ ഒരു നമ്പർ വരും എന്താണെങ്കിലും ഈ സാധനവും ഈ സാധനവും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ 1 മൈനസ് tan സ്ക്വയർ x ആണ് ഇവിടെ 1 മൈനസ് tan സ്ക്വയർ x ന്റെ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ ഇതും ക്യാൻസൽ ആകും ഇതിന്റെ ഒരെണ്ണം ക്യാൻസൽ ആകും മനസ്സിലായില്ലേ 1 മൈനസ് tan സ്ക്വയർ x the whole square ആയിരുന്നു അതിൽ ഒരെണ്ണം ക്യാൻസൽ ആകും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം
അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ ഇത്രയും പറയാൻ പറ്റൂ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നോക്കിയത്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയി. ഇനി നമുക്കറിയാം, ജസ്റ്റ് നോക്കിക്കൊള്ളുക, a/b/c. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ 2 × 2 tan x by 1 minus tan square x the whole square minus 2 tan x the whole square by 1 minus tan square x the whole tan square x. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ ഒരു y1 കൂടി കൊടുത്തിട്ട് a/b × 1/c, സോറി ഇവിടെ നമുക്ക് b/c എന്നാണ് വരുന്നത്. അപ്പോൾ b/c വരുമ്പോൾ a × c/b എന്നാ വരിക. കാരണം ഇതൊരു ഫ്രാക്ഷൻ, ഇതാണ് വലിയ ബൈ. ഓക്കെ, അപ്പൊ a/b/c. അപ്പൊ നമുക്ക് a × c/b എന്നാണ് അത് വരുന്നത്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പൊ ഈ സാധനം നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് മുകളിലേക്ക് എത്തും. അപ്പോൾ 2 × 2 tan x എന്താണ്? 4 tan x ആണ്. 4 tan x × 1 minus tan square x എന്ന് വരും. 1 minus tan square x divided by, അപ്പോൾ ഇത്രയും നമുക്ക് ഇതേപോലെ തന്നെ കിട്ടി. 4 tan x × 1 minus tan square x അല്ലെ, മുകളിലേക്ക് എടുത്തപ്പോൾ ഇത് തന്നെ കിട്ടി. ഇനി നമുക്ക് ഇത് കിട്ടണം. ഇത് കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് 1 minus tan square x the whole square ഉണ്ടല്ലോ, നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. a minus b the whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1 minus tan square x, അപ്പോൾ a square 1 minus 2 × a × b, അപ്പോൾ 2 tan square x plus tan square x the whole square. അപ്പോൾ a square minus 2ab plus b square എന്നാണ്. a square 1 ന്റെ സ്ക്വയർ 1 ആണ്. 2ab 2 × 1 × tan square x, അപ്പോൾ minus 2 tan square x plus b square എന്നാണ് അല്ലേ. അപ്പോൾ tan square x the whole square, tan square x the whole square എന്ന് പറയുമ്പോൾ a square the whole square എന്താണ്? a⁴ ആണ്. അപ്പോൾ tan square x the whole square എന്ന് പറയുന്നത് tan⁴x ആയിരിക്കും. അപ്പൊ ഇവിടെ tan⁴x എന്ന് കിട്ടും. അത് തെറ്റിക്കലും കേട്ടോ. tan⁴x മൈനസ് ഇതിനെ നമുക്ക് സ്ക്വയർ കാണാം. ഇതിനെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്, രണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ 2 ന്റെ സ്ക്വയർ 4 × tan x ന്റെ സ്ക്വയർ tan square x. ഓക്കെ, ഈസ് ഈക്വൽ ടു 4 tan x × 1 minus tan square x divided by 1 minus 2 tan square x minus 4 tan square x. minus 2 tan square x minus 4 tan square x ചെയ്യുമ്പോൾ നമുക്ക് minus 6 tan square x എന്ന് കിട്ടും. minus 6 tan square x plus tan⁴x plus tan⁴x. എങ്ങനെയാ വന്നത്? 1 എഴുതി, minus 2 tan square x minus 4 tan square x കൂടി minus 6 tan square x plus tan⁴x അതേപോലെ എഴുതി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്, പക്ഷെ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ വന്നെന്ന് മാത്രം. അപ്പൊ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുത്ത് കുറച്ച് തവണ ചെയ്ത് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബൈഹേർട്ട് ആവും. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും, ബാക്കി ആർക്കും എഴുതാൻ പറ്റിയില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അടുത്തത് നേരത്തെ പോലൊരു ക്വസ്റ്റ്യൻ ആണ്. cos 4x = 1 minus 8 sin square x × cos square x ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചിരിക്കുന്നവരൊന്നും ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് സ്റ്റെപ്പുകളൊന്നുമില്ല, വളരെ കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് cos 4x ന്റെ ഒരുപാട് ഇക്വേഷൻസ് അറിയാം. ഓക്കെ, അപ്പോൾ cos 4x നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളണം. cos 2x നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. cos 2x അപ്പോൾ cos 2x 1 മൈനസ് എന്ന് തുടങ്ങുന്ന ഇക്വേഷൻ ഏതാണ്? 1 മൈനസ് എന്ന് തുടങ്ങുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 minus 2 sin square x ആണ്. 1 minus 2 sin square x എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 1 minus 2 sin square x. അപ്പൊ ഇവിടെ cos 4x ആയിരുന്നെങ്കിലോ? cos 4x എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. 1 minus 2 കോൺസ്റ്റന്റ് ആണ്. sin square ഇവിടെ മാത്രം ഈ ആംഗിളിന്റെ പകുതി വരും. 2x ന്റെ പകുതിയാണ് x, അതേപോലെ 4x ന്റെ പകുതി 2x വരും. അപ്പൊ ഈ കാര്യം ഓർത്ത് ശരി. cos 4x = 1 minus 2 sin square 2x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അതിനെ LHS എടുത്തിട്ട് cos 4x = ആ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. 1 minus 2 sin square 2x is equal to 1 minus, ഇനി നമുക്കറിയാം sin 2x ന്റെ എക്സ്പാൻഷൻ. കാരണം നമുക്ക് ഇവിടെ ഓരോന്നും എക്സിലാണ് കിടക്കുന്നത്. അപ്പൊ 2x പാടില്ല, നമുക്ക് x പാടുള്ളൂ. ഓക്കെ, അപ്പൊ sin 2x ന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 sin x cos x. sin 2x നമുക്ക് ടാനിനൊക്കെ ഉള്ള വില അറിയാം, പക്ഷെ ഇവിടെ ടാൻ ഒന്നുമില്ല. സോ 2 sin x cos x എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 minus 2, ഈ 2 ഞാൻ ഈ വെളിയിൽ എടുത്തിട്ട് 2 എടുത്തിട്ട് ഇൻറ്റു 1 മൈനസ് ഈ 2 ആണ് ഞാൻ എഴുതിയത്. ഇനി sin 2x ന്റെ എക്സ്പാൻഷൻ ആണ്. sin 2x ന്റെ എക്സ്പാൻഷനിൽ വേറൊരു 2 ഉണ്ട്. 2 sin x cos x. 2 sin x cos x. അപ്പോൾ ഒരു 2 എഴുതി കളയരുത്. ഇവിടെ ഒരു 2 ഓൾറെഡി ഉണ്ട്, അത് എഴുതി. ഇനി 2 sin x cos x. എല്ലാത്തിനും കൂടി അല്ല,
2 sin x cos x നാണ് സ്ക്വയർ. കാരണം sin സ്ക്വയർ 2x അല്ലേ, 2 അവിടെ കോൺസ്റ്റന്റ് ആണ്, sin സ്ക്വയർ 2x നാണ് സ്ക്വയർ കൊടുക്കേണ്ടത്. അപ്പൊ 2 sin x cos x ന് സ്ക്വയർ കൊടുത്തു, ഡിവൈഡ് ബൈ ഒന്നും ഇല്ല കേട്ടോ. അപ്പോ 1 - 2 × 2 sin x cos x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 - 2 × ഇത് നമ്മൾ ഓരോന്നും സ്ക്വയർ കൊടുക്കുന്നു. അപ്പൊ 2 ന്റെ സ്ക്വയർ 4 ആണ്, sin ന്റെ സ്ക്വയർ sin സ്ക്വയർ x, cos x ന്റെ സ്ക്വയർ cos സ്ക്വയർ x ഈസ് ഈക്വൽ ടു 1 - 2 × 4 എത്രയാണ്? 8 ആണ്. 8 sin സ്ക്വയർ x cos സ്ക്വയർ x. അപ്പൊ ഇത് ഇത്രയേ ഉള്ളായിരുന്നു. cos 4x നമ്മളെ cos 4x ന് 1 - 2 sin സ്ക്വയർ 2x എന്ന് എഴുതി. ഇനി അതിനകത്ത് sin 2x ന് 2 sin x cos x എന്ന് എഴുതി. എല്ലാം കൂടെ ചെയ്തു വന്നപ്പോൾ നമുക്ക് 1 - 8 sin സ്ക്വയർ x × cos സ്ക്വയർ x എന്ന് കിട്ടി. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ cos 6x = 32 cos raised to 6x - 48 cos raised to 4x plus 18 cos square x - 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് cos 2x ന്റെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ cos 6x ന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ -1 ആയിരുന്നു നേരത്തെ, 1 - ആയതുകൊണ്ടാണ് 1 - 2 sin square x എന്ന് എഴുതിയത്. അപ്പൊ ഇവിടെ -1 ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തെടുക്കുക. അപ്പൊ cos 2x ന് -1 വരുന്ന ഒരു ഇക്വേഷൻ ഏതായിരുന്നു? cos 2x = 2 cos square x - 1 ആയിരുന്നു. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ cos 6x ന്റെ വാല്യൂ എഴുതുന്നത്. cos 6x = ഈ 2 അതേപോലെ കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, cos സ്ക്വയർ ഇവിടെ 2x ന്റെ പകുതിയാണ് x അല്ലെ, 2x ന്റെ പകുതിയാണ് x. അപ്പൊ cos 6x നമ്മൾ എങ്ങനെ എഴുതും? 2 cos സ്ക്വയർ 6x ന്റെ പകുതി എഴുതും, ദാറ്റ് മീൻസ് 3x - 1. അപ്പൊ ഇതാണ് എക്സ്പാൻഷൻ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, cos സ്ക്വയർ 3x ന്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? ഇവിടെ x മാത്രമേ ഉള്ളൂ എല്ലായിടത്തും, 3x ഒന്നും ഇല്ല. നമ്മൾ നേരത്തെ 2x ന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതുപോലെ ഇവിടെ 3x നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. അപ്പൊ cos 3x ന്റെ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഓർമ്മ കാണാൻ വഴിയില്ല, കാരണം നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലല്ലോ അതിനെപ്പറ്റി. അപ്പൊ cos 3x എന്ന് പറയുന്നത് 4 cos raised to 4x minus 4 cos cube x, 4 cos cube x minus 3 cos x ആണ്. അപ്പൊ എന്താണ് ഇക്വേഷൻ? cos 3x = 4 cos cube x minus 3 cos x ആണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 2 × cos സ്ക്വയർ 3x അല്ലേ. അപ്പൊ cos 3x ന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ എഴുതി, 4 cos cube x minus 3 cos x the whole square. കാരണം എന്താണ് ഹോൾ സ്ക്വയർ ഇട്ടത്? cos 3x ന്റെ സ്ക്വയർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ cos 3x ആണ് ഇത്രയും, the whole square. ഇനി ആരുണ്ട്? -1 ഞാൻ അതേപോലെ എഴുതി. അപ്പൊ എന്താ ചെയ്തത്? 2 cos square 3x - 1 ആയിരുന്നു, ആ 2 അതേപോലെ എഴുതി, -1 അതേപോലെ എഴുതി. cos square 3x എന്ന് പറഞ്ഞാൽ cos 3x the whole square ആണ്. cos 3x എന്ന് പറഞ്ഞാൽ 4 cos cube x minus 3 cos x ആണ്. ഹോൾ സ്ക്വയർ അതേപോലെ ഇട്ടു, ഈസ് ഈക്വൽ ടു 2 × ഇനി എന്താ പറയാ, ഇതിന് നമുക്ക് സ്ക്വയർ എടുക്കാം. ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ a - b the whole square ആണ്. അപ്പോൾ a square minus അല്ലെ, a square ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ എടുക്കണം. അപ്പൊ a square എന്ന് പറയുമ്പോൾ 4 cos cube x ന്റെ സ്ക്വയർ അല്ലേ. ആദ്യം നമ്മൾ 4 ന്റെ സ്ക്വയർ എഴുതും, 4 ന്റെ സ്ക്വയർ 16 ആണ്. cos cube x ന്റെ സ്ക്വയർ എന്താണ്? നമ്മൾ ഒരു പവറിന്റെ തന്നിട്ട് അതിന്റെ സ്ക്വയർ കാണുമെങ്കിൽ ആ പവറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് a cube x ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് a raised to 3 × 2 ആണ്. a raised to 4 the whole square ആണെങ്കിൽ a raised to 4 × 2 ആണ്. അപ്പൊ ഇവിടെ cos cube x ആണെങ്കിൽ cos raised to 3 × x 3 × 2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ cos raised to 3 × 2 6x എന്ന് വരും. മനസ്സിലായില്ലേ? a raised to 3 the whole square ആണെങ്കിൽ a raised to 6x 6 ആണ്. അപ്പൊ ഇവിടെ cos raised to 3 ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ cos raised to 6 എന്ന് വരും. മൈനസ് അതേപോലെ എഴുതി. ഓക്കെ, a - b the whole square എന്ന് പറയുന്നത് a square minus 2 × a × b. അപ്പൊ 2 × 4 cos cube x × 3 cos x എന്നല്ലേ. അപ്പൊ 2 × 4 × 3 ചെയ്യാം. 2 × 4 8 ആണ്, 8 × 3 എന്ന് പറയുന്നത് 21 ആണ് അല്ലെ. 8 × 3 24 ആണ്. ഓക്കെ, 8 × 3 24 ആണ്. അപ്പോൾ 2 × 4 × 3 24. ഇനി cos cube x × cos x എന്താണ്? cos cube x ഇവിടെ പവർ 3 ആണ്, ഇവിടെ പവർ 1 ആണ്. അപ്പോൾ a raised to m × a raised to n എന്ന് പറയുന്നത് a raised to m + n ആണ്. അപ്പോൾ പവേഴ്സ് തങ്ങളിൽ കൂട്ടുക. cos cube x × cos x എന്ന് പറയുന്നത് cos raised to 4x ആണ്. cos raised to 4x പ്ലസ് b സ്ക്വയർ അല്ലേ. അപ്പൊ ഇതിന്റെ സ്ക്വയർ 9 cos square x എന്ന് വരും. -1 ഞാൻ അതേപോലെ എഴുതി, ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെല്ലാത്തിനും നമുക്ക് 2 പുറത്ത് 2 അടക്കമല്ലേ. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. 2 × 16 32 ആണ്. 32 cos raised to 6x minus 2 × 24 48 cos raised to 4x
പ്ലസ് 18 cos സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പൊ ഇതല്ലേ നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയും കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ച് തന്നെ പോവാം. ഇത്തവണ എക്സാം ഒക്കെ എളുപ്പമായിരിക്കും, ഫോക്കസ് ഏരിയ ഒക്കെ ഉണ്ട്, ഇരട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഫോക്കസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇതുപോലെ മാത്തമാറ്റിക്സിന്റെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ കെ ജൂടെക്.